ഹലോ, വെൽക്കം ടു ആൻസ് വേർഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഫിഫ 2022 ടിക്കറ്റ്സ് കിട്ടിയവർക്ക് ഹയ കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് കാണിച്ചു തരാം. ആദ്യം ഖത്തർ 2022.qa എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എടുക്കുക. എന്നിട്ട് ഫോൺ ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്താൽ അതിൽ ഓപ്ഷൻ കാണും അപ്ലൈ ഫോർ ഹയ കാർഡ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഹയ കാർഡ് അപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻ. സോ അവിടെ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. ഹയ കാർഡ് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഫോർ ഫ്രീ മെട്രോ ആക്സസ്, പിന്നെ സ്റ്റേഡിയം ആക്സസ്, ഫ്രീ ബസ് ആക്സസ്, പിന്നെ ഖത്തറിലല്ല ഔട്ട്സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഇതൊരു എൻട്രി പെർമിറ്റ് ഖത്തറായിട്ടും ഈ കാർഡ് ഹയ കാർഡ് യൂസ് ചെയ്യാം. അപ്ലൈ ഫോർ ഹയ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ബൈ ക്ലിക്കിംഗ് ഓൺ ദ സൈൻ അപ്പ്. അല്ലെങ്കിൽ ഫിഫയുടെ സെയിം ID വെച്ചിട്ടാണെങ്കിലും സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുക. ഇമെയിൽ, നെയിം, പാസ്വേഡ് അതൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ നമുക്കൊരു മെയിലിലൊരു OTP വരും. അപ്പോൾ OTP അടിച്ചു കൊടുത്താൽ അക്കൗണ്ട് വിൽ ബി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ യു വിൽ ബി ഡയറക്റ്റഡ് ടു ദിസ് പേജ് ആൻഡ് ക്ലിക്ക് ഓൺ അപ്ലൈ ഫോർ ഹയ. ഈ പേജിലാണ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യേണ്ടത്. സോ ആപ്ലിക്കൻ്റ് കാറ്റഗറിയിൽ പോവുകയാണെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. എൻ്റേത് മാച്ച് ടിക്കറ്റ് ഹോൾഡറാണ്. സോ ഞാനത് സെലക്ട് ചെയ്തു. നിങ്ങൾ ഏത് കാറ്റഗറി എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഫോട്ടോഗ്രാഫ് ആൻഡ് പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാണിച്ചു തരാം. യു ക്യാൻ ഗോ ത്രൂ ദിസ്. സോ ബേസിക്കലി ഇതിൽ എഴുതിയേക്കുന്നത് ഫോട്ടോ ക്ലിയർ ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഫോട്ടോ ക്ലിയർ ആയിരിക്കണം, പിന്നെ ഫോട്ടോ സൈസ് 2 MB കുറവായിരിക്കണം, പിന്നെന്താണ് ഐസ് ഒക്കെ വിസിബിൾ ആയിരിക്കണം. ഇൻ കേസ് ഗ്ലാസ്സസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഐസ് വിസിബിൾ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഔട്ട്സൈഡ് ഖത്തറുള്ളവർ ഹയ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവർ പാസ്പോർട്ട് കോപ്പി അറ്റാച്ച് ചെയ്യണം. സോ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിലേക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസാണ് ഇതിലേക്ക് വെക്കുന്നത്. ഖത്തർ റെസിഡൻസ് ആയിട്ടുള്ളവർക്ക് ആപ്ലിക്കൻ്റ് ടൈപ്പ് ഖത്തർ റെസിഡൻസ് ചൂസ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് റിവ്യൂ ആൻഡ് സബ്മിറ്റ് ചെയ്യാം. GCC ഓർ ഇൻ്റർനാഷണൽ കൺട്രീസിൽ നിന്ന് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം പാസ്പോർട്ട് കോപ്പി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഇതിൽ വരും. പിന്നെ വരാത്ത ഡീറ്റെയിൽസ് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യുക. എന്നിട്ട് റിവ്യൂ ആൻഡ് സബ്മിറ്റ് അടിച്ചാൽ മതി. സോ ആദ്യം ഞാൻ നേരത്തെ കാണിച്ച പോലെ ആപ്ലിക്കൻ്റ് കാറ്റഗറി ചൂസ് ചെയ്യുക. ഞാൻ മാച്ച് ടിക്കറ്റ് ഹോൾഡറാണ് ചൂസ് ചെയ്തത്. കൺഫേം ടിക്കറ്റിലുള്ള ടിക്കറ്റ് ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് വാലിഡേറ്റ് മൈ ടിക്കറ്റ് എന്നവിടെ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. പിന്നെ QID നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തിട്ട് വാലിഡേറ്റ് മൈ QID ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫോൺ നമ്പറും എൻ്റർ ചെയ്തിട്ട് പിന്നെ വെരിഫിക്കേഷൻ ആ ഒരു ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് പിന്നെ ഇവിടെ കൺഫേം അടിക്കണം. അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മുടെ ഒരു പ്രൊഫൈലാണിത്. ലൈക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് ഇത് പെൻഡിങ് എന്ന് കാണിക്കും. പിന്നെ വിത്തിൻ 1 day തന്നെ കൺഫർമേഷൻ മെയിൽ വരും, കൺഫേം ആയി എന്ന് പറഞ്ഞിട്ട്. കൺഫർമേഷൻ മെയിൽ വന്നതിന് ശേഷം വീണ്ടും നമ്മുടെ ID വെച്ച് ലോഗിൻ ചെയ്താൽ സ്റ്റേറ്റസ് അപ്ലോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇഫ് യു ആർ ന്യൂ ഹിയർ.